അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്നെ കേൾക്കുന്ന എൻ്റെ ഇതരമത സഹോദരങ്ങൾക്ക് എൻ്റെ നല്ല നമസ്കാരം. ഇന്ന് നമ്മൾ ചെറിയൊരു ചിന്തയാണ് പങ്കുവെക്കാൻ പോകുന്നത്. നമ്മുടെ ആരോഗ്യം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആരോഗ്യം വളരെ പ്രധാനമാണ്. ഇന്ന് മനുഷ്യൻ്റെ ഏറ്റവും വലിയ വേവലാതി ആരോഗ്യമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് മനുഷ്യ ജീവിതം ദുസ്സഹമായിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് മുന്നിലുള്ളത്. നമ്മുടെ ശരീരത്തിൽ ഏകദേശം 11ഓളം വ്യവസ്ഥകളുണ്ട്. 11ഓളം ശരീരവ്യവസ്ഥകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണും മൂക്കും നാവും അതുപോലെ തന്നെ നമ്മുടെ ചർമ്മവും ഒക്കെ ഉൾപ്പെടുന്ന പഞ്ചേന്ദ്രിയ വ്യവസ്ഥ, അതുപോലെ തന്നെ നമ്മുടെ ശ്വസനക്രിയ നിയന്ത്രിക്കുന്ന ശ്വസനേന്ദ്രിയ വ്യവസ്ഥ, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ദഹനങ്ങളും മറ്റുമൊക്കെ നടക്കുന്ന ദഹനേന്ദ്രിയ വ്യവസ്ഥ, നമ്മുടെ ഓർമ്മകൾ, നമ്മുടെ ചിന്തകൾ, അതുപോലെ തന്നെ ബുദ്ധിപരമായ കാര്യങ്ങൾ, വിചാരപരമായ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഉത്ഭവിക്കുന്ന മസ്തിഷ്ക വ്യവസ്ഥ, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ രക്തത്തിൻ്റെ എല്ലാ വ്യവസ്ഥകളെയും നിയന്ത്രിക്കുന്ന രക്തചംക്രമണ വ്യവസ്ഥ, നമ്മുടെ ഹൃദയം ഉൾപ്പെടുന്ന വ്യവസ്ഥ, അതുപോലെ തന്നെ കിഡ്നി ഉൾപ്പെടുന്ന യൂറിൻ വ്യവസ്ഥ, ഇങ്ങനെയൊക്കെ നമ്മുടെ ശരീരത്തിൽ ഏകദേശം 11ലേറെ വ്യവസ്ഥകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഘടനയെ നിലനിർത്തുന്ന അസ്ഥി വ്യവസ്ഥ, നമ്മുടെ അസ്ഥികൾ, ശരീരത്തിലുള്ള അസ്ഥികൾ, അവിടെയും ഒരുപാട് പ്രവർത്തനങ്ങൾ ദൈനംദിനം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഉപാപചയ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ 10-11ഓളം വ്യവസ്ഥകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഈ 11ഓളം ശരീര വ്യവസ്ഥയിൽ ഏകദേശം 130-130ലേറെ അംഗങ്ങളുമുണ്ട്, അവയവങ്ങളുമുണ്ട്, ആന്തരികവും ബാഹ്യവുമായ അവയവങ്ങളുമുണ്ട്. ഈ ഓരോ അവയവങ്ങൾക്കും 10ലേറെ അസുഖങ്ങളും ഇന്ന് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് സ്പെഷ്യലിസ്റ്റുകൾ കൂടുന്നത്. പണ്ടൊരു MBBS മതിയായിരുന്നു, ഒരു MBBS മതിയായിരുന്നു. ഇന്ന് സ്പെഷ്യലിസ്റ്റുകളാണ്. കണ്ണിന് വേറെ വേണം, കാതിന് വേറെ വേണം, പിന്നെ കിഡ്നിക്ക് വേറെ വേണം, നമ്മുടെ ഹാർട്ടിൽ രക്തചംക്രമണ വ്യവസ്ഥയിൽ തന്നെ ഹാർട്ടിന് സ്പെഷ്യലിസ്റ്റ് ഒരാളാണെന്നുണ്ടെങ്കിൽ അതേ മേഖലയിൽ നമ്മുടെ രക്തത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യലിസ്റ്റ് വേറെ. ഇങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾക്കനുസരിച്ചിട്ട്, ബാഹ്യ ആന്തരിക അവയവങ്ങൾക്കനുസരിച്ചിട്ടുള്ള സ്പെഷ്യലിസ്റ്റുകൾ കൂടിയ കാലമാണ്. അത്രത്തോളം രോഗങ്ങൾ ഇന്ന് കൂടി എന്നാണ് അർത്ഥം. ഇന്ന് നമുക്ക് ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചെറിയൊരു ടിപ്സാണ് പറയുന്നത്. നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ചിലരൊക്കെ രോഗത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് വായിക്കുകയോ കേൾക്കാൻ ഇടവരികയോ ചെയ്താൽ ഉടനെ തന്നെ അത്തരം ലക്ഷണങ്ങൾ എന്നിലുണ്ടല്ലോ എന്നുള്ള പരിഭ്രാന്തി കൂടുതലാകുന്ന ഒരു അവസ്ഥയാണ് ഇന്നുള്ളത്. അപ്പം അങ്ങനെ അസുഖത്തെക്കുറിച്ച്, ആരോഗ്യത്തെക്കുറിച്ച്, രോഗത്തെക്കുറിച്ച് വളരെയേറെ പരിഭ്രാന്തരായിരിക്കുന്ന ആളുകൾ, അത് പലതരത്തിലുള്ള മാനസിക രോഗങ്ങൾക്ക് വരെ കാരണമാകുന്നുണ്ട്. രോഗത്തെക്കുറിച്ചുള്ള ഭയം, അകാരണമായ രോഗഭയം, അത് തന്നെ ഒരു മാനസിക അസുഖമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കേണ്ട തന്ത്രം എന്താണ്? നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി. 3 കാര്യങ്ങൾ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാര്യമായിട്ടൊന്നും നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ എന്താകേണ്ടതില്ല, വറീഡ് ആവേണ്ട കാര്യമില്ല. 1, ഒരു 40 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യുക. 2, ഭക്ഷണത്തെ നിയന്ത്രിക്കുക. 3, മനസ്സിനെ പരമാവധി സന്തോഷത്തിൽ നിലനിർത്തുക. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടും. നമ്മുടെ മനസ്സും ശരീരവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്ന് നമ്മുടെ ആധുനിക മനഃശാസ്ത്രവും അതുപോലെ തന്നെ ആധുനിക വൈദ്യശാസ്ത്രവും ഒക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. നമ്മുടെ മനസ്സിൽ സംഭവിക്കുന്ന വിചാരങ്ങൾക്കനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥകൾ താറുമാറാകും. പിന്നെ ശാരീരിക ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകൾ, അത് നമ്മുടെ വിചാരങ്ങൾക്കും ചിന്തകൾക്കും അനുസരിച്ചിട്ടും വികാരങ്ങൾക്കനുസരിച്ചിട്ടുമാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അത്തരം ഹോർമോണുകളിലുള്ള ഏറ്റവ്യത്യാസങ്ങൾ അത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നു, ദഹന വ്യവസ്ഥയെ ബാധിക്കുന്നു. അമിതമായി ദുഃഖിക്കുന്ന ഒരാൾക്ക് ഗ്യാസിൻ്റെ അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ അമിതമായി ഉത്കണ്ഠപ്പെടുന്ന ഒരാൾക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനെയൊക്കെ നമ്മുടെ ശരീരവും മനസ്സും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അതിനാണ് നമ്മൾ സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു വിഭാഗം രോഗങ്ങളുണ്ട്. അതുപോലെ തന്നെ ശരീരവും മനസ്സും തമ്മിൽ കൂടിക്കുഴഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നിന്നുണ്ടായിത്തീരുന്ന രോഗങ്ങൾ, മനസ്സിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ശരീരത്തിലുണ്ടാകുന്ന അസുഖങ്ങൾ, നമ്മുടെ ശരീരത്തിൻ്റെ മിക്ക അസുഖങ്ങളുടെയും ഒരു പ്രധാന കാരണം നമ്മുടെ മാനസികാവസ്ഥ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ മനസ്സിനെ കൂടി ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ഈ 3 കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യണം. 40 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. 1, 40 മിനിറ്റ് വ്യായാമം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു അധ്വാനം പുറത്ത്, നമ്മുടെ കൃഷിയിടത്തിൽ പണിയെടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അത് മതി, പിന്നെ അതിൻ്റെ പുറത്ത് മറ്റു വ്യായാമങ്ങളൊന്നും വേണമെന്നില്ല. ഒരു 40 മിനിറ്റെങ്കിലും തുടർച്ചയായി ശരീരത്തെ അനക്കുക, ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും അനങ്ങാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയെടുക്കുക. അത് ഒന്നുകിൽ നമ്മൾ നമ്മുടെ കൃഷിയിടങ്ങളിലോ മറ്റോ ഉള്ള അധ്വാനങ്ങളായിക്കോട്ടെ, അത് മതി. അത് അങ്ങനെയുള്ള സാഹചര്യം ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വ്യായാമ രീതികൾ പിന്തുടരേണ്ടി വരും. എന്തെങ്കിലും തരത്തിലുള്ള വ്യായാമ മുറകൾ, ഇന്നിപ്പോൾ പലതരത്തിലുള്ള വ്യായാമ മുറകളുണ്ടല്ലോ,
അപ്പോൾ അത്തരം വ്യായാമ മുറകൾ പിന്തുടരുക. അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കളികളിൽ ഏർപ്പെടുക. അതിപ്പോൾ പിന്നെ ബാഡ്മിൻ്റൺ പോലെയുള്ള അല്ലെങ്കിൽ ഫുട്ബോൾ പോലെയുള്ള ശരീരം മുഴുവൻ ഉൾപ്പെടുന്ന ശരീരം മുഴുവൻ ഭാഗഭാക്കാവുന്ന എന്തെങ്കിലും തരത്തിലുള്ള കളികളിൽ ഏർപ്പെട്ടിട്ടും ഒരു 40 മിനിറ്റ് തുടർച്ചയായിട്ട് നമ്മുടെ ശരീരത്തെ ചലിക്കാനും അതുപോലെ തന്നെ അനങ്ങാനും വിടുകയാണെന്നുണ്ടെങ്കിൽ അത് മതി. വ്യായാമം എന്ന അർത്ഥത്തിൽ അത് മതി. അതാണ് പ്രധാനമായും ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. മറ്റൊന്ന് നമ്മുടെ ആഹാരത്തെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ആഹാരത്തെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ ചിലതൊക്കെ ഒഴിവാക്കുക, ചിലതൊക്കെ പരമാവധി കുറക്കുക, ചിലതൊക്കെ പരമാവധി കൂടുതൽ ഉൾപ്പെടുത്തുക, പിന്നെ അളവ് നിയന്ത്രിക്കുക. ഒഴിവാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കണം, അതുപോലെ തന്നെ പുകവലി നമ്മൾ ഒഴിവാക്കണം. ഇങ്ങനെ പുകയിലയുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. നമ്മുടെ ശരീരത്തിന് ഹാനികരമായ കാര്യങ്ങളാണ് ലഹരി വസ്തുക്കളും അതുപോലെ തന്നെ പുകയിലയും നമ്മൾ പരിപൂർണമായിട്ട് ഒഴിവാക്കുക. അതേപോലെ തന്നെ രണ്ടാമത്തേത് പരമാവധി കുറക്കുക. പഞ്ചസാര, ഉപ്പ്, അതുപോലെ തന്നെ എണ്ണ, നെയ്യ്, കൊഴുപ്പ് പോലെയുള്ള സാധനങ്ങൾ ഇതൊക്കെ പരമാവധി നമ്മൾ കുറക്കുക. അതേപോലെ തന്നെ മാംസാഹാരവും പരമാവധി കുറക്കുന്നത് നല്ലതാണ്, ഇത് കുറക്കുക. അതേപോലെ തന്നെ പിന്നെ പരമാവധി ഉൾപ്പെടുത്തേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പച്ചക്കറികൾ, ഇലക്കറികൾ, അതുപോലെ തന്നെ ഫലവർഗ്ഗങ്ങൾ, ഫ്രൂട്ട്സ്, അത് പരമാവധി നമ്മുടെ പിന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ അളവ് നിയന്ത്രിക്കുക. അരിയുടെ അളവ്, നമ്മൾ അരിഭക്ഷണമാണ്, കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിരിക്കുന്ന അരിഭക്ഷണങ്ങൾ പോലെയുള്ള ധാന്യങ്ങളാണ് കൂടുതൽ നമ്മൾ പ്രധാന ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ അതിൻ്റെ അളവ് കൂടുതലാകുമ്പോൾ ആധുനികമായ ഡയബറ്റീസ് പോലെയുള്ള പലതരം അസുഖങ്ങൾ ഉണ്ടായിത്തീരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം ഭക്ഷണങ്ങളുടെ അളവ് കുറക്കുക. ഇങ്ങനെ നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഭക്ഷണത്തിൽ നിയന്ത്രണം പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മതി നമ്മുടെ ആരോഗ്യത്തെ സൂക്ഷിക്കാൻ. നമ്മളിങ്ങനെ ഓരോ ചെറിയ ചെറിയ അസുഖങ്ങൾക്കും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടേണ്ട കാര്യമില്ല. മൂന്നാമതായിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് നേരത്തെ പറഞ്ഞ നമ്മുടെ മനസ്സിനെ പരമാവധി ശാന്തതയോടുകൂടെയും സന്തോഷത്തോടുകൂടെയും നിലനിർത്താൻ ശ്രമിക്കുക എന്നുള്ളത്. ശാന്തതയും സമാധാനവും നമ്മുടെ മനസ്സിലില്ല എന്നുണ്ടെങ്കിൽ അത് ആരോഗ്യത്തെ വളരെ പെട്ടെന്ന് ബാധിക്കും. എന്താണ് നമ്മൾ മനസ്സിനെ ശാന്തതയോടെ കൂടെയും സമാധാനത്തോടു കൂടെയും നിലനിർത്താൻ എന്താ ചെയ്യേണ്ടത്? അതിനുവേണ്ടി നമ്മുടെ വികാരത്തെയും വിചാരത്തെയും നിയന്ത്രിക്കുക എന്നുള്ളതാണ്. വിചാരങ്ങളെ നിയന്ത്രിച്ചാൽ മതി നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ വികാര വിക്ഷോഭങ്ങൾക്ക് അകപ്പെടാതിരിക്കുക. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ പരമാവധി കുറച്ച് സ്ട്രെയിൻ എടുത്തിട്ടും സ്ട്രഗിൾ ചെയ്തിട്ടും ആ വികാര വിക്ഷോഭങ്ങളെ നമ്മൾ നിയന്ത്രിക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ നല്ല ചിന്തകൾ പരമാവധി നമ്മുടെ ശരീരത്തിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക. നല്ല പുസ്തകങ്ങൾ വായിക്കുക, നല്ല ആളുകളുമായിട്ട് പിന്നെ സംസാരിക്കുക, അതുപോലെ തന്നെ സ്നേഹം പങ്കിടുക, സ്നേഹം പ്രകടിപ്പിക്കുക, കൊച്ചുകുട്ടികളുമായിട്ട് വർത്തമാനം പറയുക, നല്ല ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആസ്വദിക്കുക. അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സ്കില്ലുണ്ടെന്നുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കുക, അതുപോലെയൊക്കെയുള്ള പിന്നെ പക്ഷി നിരീക്ഷണം അല്ലെങ്കിൽ പൂന്തോട്ടം ഒരുക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ ദൈനംദിന ജീവിതത്തിൽ നമ്മളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളെ കൂടുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. വികാര വിക്ഷോഭങ്ങൾക്ക് അകപ്പെടാതിരിക്കുക. ഇങ്ങനെയൊക്കെ, അതുപോലെ തന്നെ നല്ല പുസ്തകങ്ങൾ വായിക്കുക. ഇങ്ങനെയൊക്കെ നമുക്ക് വിചാരത്തെയും ചിന്തകളൊക്കെ നിയന്ത്രിക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിനെ പരമാവധി ശാന്തതയിലും സന്തോഷത്തിലും നിലനിർത്താൻ പറ്റും. പിന്നെ തൊട്ടതിനും പിടിച്ചതിനും ഹോസ്പിറ്റലിലേക്ക് ഓടേണ്ടി വരുന്നൊരവസ്ഥയിൽ നിന്ന് പരമാവധി നമുക്ക് നമ്മളെ സൂക്ഷിക്കാനും സംരക്ഷിക്കാനും പറ്റും. ഈ 3 കാര്യങ്ങളിൽ വ്യായാമം എന്നതിന് ഇന്നത്തെ കാലത്ത് ഒരുപാട് സ്പേസ് ഉണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഭക്ഷണത്തിൽ നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ കഴിക്കാമെന്ന് വിചാരിക്കും. നല്ല ഭക്ഷണങ്ങൾ, അരി ഭക്ഷണങ്ങളും പിന്നെ അതേപോലെ പിന്നെ നല്ല ഫലവർഗ്ഗങ്ങളിലെ പിന്നെ നല്ല ഔഷധ ഗുണങ്ങളുള്ള ഭക്ഷണങ്ങൾ കഴിക്കാമെന്ന് വിചാരിക്കും. പക്ഷേ നമ്മളെ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ പിന്നെ മരുമക്കൾക്ക് അവർക്കൊക്കെ വേണ്ടി നമ്മൾ പിന്നെ നമ്മളെ ഭക്ഷണ രീതി നമ്മൾ മാറ്റുന്ന സ്വഭാവമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതലായിട്ട് കാണുന്നത്. മിക്ക ആളുകളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ മാറിയാലും എൻ്റെ വീട്ടുകാർ മാറണ്ടേ, എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി ഞാൻ എൻ്റെ ആരോഗ്യം തകർക്കാൻ പറ്റുമോ? ഇവിടെ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് എൻ്റെ ആരോഗ്യവും പ്രധാനമാണ്, എൻ്റെ വീട്ടുകാരുടെ ആരോഗ്യവും പ്രധാനമാണ്. അല്ലാതെ ആഗ്രഹങ്ങൾക്കും മോഹങ്ങൾക്കും അല്ല കൂടുതൽ പ്രാധാന്യം. പക്ഷേ അപ്പോൾ നമുക്കിപ്പോൾ എന്താക്കണം, ഇപ്പം മാംസാഹാരം അത് നമ്മൾ നിയന്ത്രിക്കേണ്ടതാണ്. അപ്പോൾ ദിവസവും ചിക്കൻ വാങ്ങുന്നതിനേക്കാൾ അത് മാസത്തിൽ 2 പ്രാവശ്യമോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലോ ആക്കി ചുരുക്കുക. പൂർണ്ണമായിട്ടും നമ്മൾ അവരെ അടിച്ചമർത്താനോ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളെയും മറ്റും ഇല്ലാതെയാക്കാനൊന്നും നോക്കണ്ട. പക്ഷേ അവരുടെയും പിന്നെ എൻ്റെയും ആരോഗ്യം വളരെ പ്രധാനമാണെന്നത് കൊണ്ട് തന്നെ എൻ്റെ ശരീരത്തെ സംരക്ഷിക്കേണ്ടതുപോലെ അവരുടെ ശരീരത്തെയും സംരക്ഷിക്കുക എന്നുള്ളത് എൻ്റെ ബാധ്യതയാണ്. അപ്പം അതിനുവേണ്ടി ചിലപ്പോൾ നമ്മൾ സ്ട്രഗിൾ എടുക്കണം, അതിനുവേണ്ടി നമ്മൾ ചില കടുംപിടുത്തങ്ങൾ പിടിക്കേണ്ടി വരും. എല്ലാവരും അങ്ങനെ ചിന്തിക്കുകയാണെങ്കിലും ഓക്കെ, അതാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് കൂടുതൽ ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നില്ല. അതുകൊണ്ടാണ് ആരോഗ്യം ഇന്ന് കുറഞ്ഞു വരുന്നത്. ആരോഗ്യത്തെക്കുറിച്ച് നമുക്ക് ശ്രദ്ധയുണ്ടോ, ആരോഗ്യം ഉണ്ടാകണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടോ എങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പാലിച്ചേ പറ്റൂ. ഒരളവിനപ്പുറത്തേക്ക് വിട്ടുവീഴ്ച കൊടുത്താൽ
പിന്നെ ആരോഗ്യത്തെക്കുറിച്ച് വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ പ്രധാനമായും നമ്മൾ ഓർത്ത് വെച്ചിരിക്കുക. എപ്പോഴും 40 മിനിറ്റെങ്കിലും നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യായാമം മുറ നമ്മൾ ശീലിക്കുക. മറ്റൊന്ന്, നല്ല ഭക്ഷണം ശീലിക്കുക, ഭക്ഷണത്തിൻ്റെ അളവ് നിയന്ത്രിക്കുക. അതുപോലെ തന്നെ മനസ്സിനെ ശാന്തമായും സന്തോഷത്തോടെ നിലനിർത്താൻ പരമാവധി ശ്രമിക്കുക. നമുക്കതിന് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും എൻ്റെ നല്ല നമസ്കാരം.